ഇപ്പോൾ ഉള്ള നമ്മുടെ യുവ തലമുറയ്ക്കൊന്നും ഈ ഫാമിലി ഒരു ലൈഫ് പടുത്തു തീർക്കണം എന്നുള്ളൊരു ഒന്നുമില്ല. ഒരു കല്യാണം കഴിക്കണമെന്നോ കുട്ടികൾ വേണമെന്നോ അങ്ങനെയുള്ള ലൈഫൊന്നുമില്ല. അതൊക്കെ ടോട്ടലി മാറിപ്പോയി. അപ്പോൾ അതിനെയൊക്കെ ഡോക്ടർ എങ്ങനെയാണ് അത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം എന്ന് ഞാൻ പറയും. കാര്യം നമ്മുടെ എഡ്യൂക്കേഷനിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പേരൻറ്റിങ് എന്നുള്ള സംഭവം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ ഇപ്പം ചൈൽഡ് തെറാപ്പിസ്റ്റും കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴും അവർക്ക് ജൻസിയാണ്, അവർ കല്യാണം കഴിക്കുന്നു, മേ ബി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സെറ്റിൽഡായി അല്ലേ, ഒരു 20-30 ഒക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റിൽഡ് ആകുമ്പം ചിലപ്പോൾ വീട്ടുകാരുടെ പ്രശ്നം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് സെൽഫ് തോന്നിയത് കൊണ്ടായിരിക്കാം കല്യാണം കഴിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കാത്തവരും ഉണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്തോ ബാധ്യതകളാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ എത്തിക്കുന്ന എന്തോ ഘടനകളുണ്ട്. ആ ഘടന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് അവർക്ക് പകരമായിട്ടൊരു എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യാം. ശരിയാണ്, ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ളൊരു വഴിയല്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു ഫാമിലി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. ഏതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ മറ്റൊരാളെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മക്കളും കൊണ്ടുവരും. മക്കൾ വന്നു കഴിയുമ്പം പകുതിയോളം പേർക്കും പിന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ കുട്ടികളെ ഇപ്പം നോക്കാൻ തന്നെ പല പേരൻസിനും ഇഷ്ടമല്ല. അവർ റീൽസ് എടുത്ത് നടക്കുന്ന അമ്മമാരുണ്ട്. എനിക്ക് കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാതെ എൻ്റെ അടുത്ത് വരുമ്പോൾ ചൈൽഡ് തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുക. അവരുടെ ജോലി എന്താ? ഫുൾ ടൈം ഇൻസ്റ്റയിൽ റീൽസ് എടുത്തത്. പിന്നെ ഇവരെന്തിനാ കല്യാണം കഴിച്ചതെന്ന് നമ്മൾ ചോദിക്കും. എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനൊരു ജന്മം കൊടുത്ത്? എനിക്ക് സത്യം പറഞ്ഞത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും. ഞാൻ പാരൻ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും തന്നെ I think from the 5 years onwards we have to give the children, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു എഡ്യൂക്കേഷനാണ്. വാട്ട് ഈസ് ലൈഫ്? നമ്മളൊരു 20 to 25 years വരെ നമ്മൾ പഠിക്കുന്നു, പിന്നെ നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആവുന്നു. ഒരു കരിയർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട്ണർ വേണം കൂടെ ജീവിക്കാൻ. അത് നിങ്ങളുടെ ചോയ്സാണ്, നമ്മുടെ ചോയ്സാണ്. ഇപ്പം പഴയതുപോലെ പേരൻസ് ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് തന്നെ എടുക്കണം, ഇത് വേണം എന്നൊന്നും പറയും. പിന്നെ ചില ഓർത്തഡോക്സ് ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കാം. പേരൻസ് ഷുഡ് എക്സ്പ്ലെയിൻ ടു ദം എന്തിനാണ് നമ്മൾ ഇത് നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരും വയസ്സായി, ഇവരെല്ലാവരും വയസ്സാവില്ലേ? ജെൻസിന്ന് ഇന്ന് പറയുന്ന 20 വയസ്സ് ആയവർ നാളെ 10 കൊല്ലം കഴിഞ്ഞാൽ 30 വയസ്സായി. അത് പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഓൾഡ് ഏജിലേക്ക് പോവാണ്. അപ്പം വേറെ ജെൻസി വേണ്ടേ? വേറെ ജെൻസി വേണമെങ്കിൽ ഇവർ 30 വയസ്സിലെങ്കിലും കല്യാണം കഴിച്ചാൽ മാത്രമേ പുതിയ ജനറേഷൻ ഉണ്ടാവുള്ളൂ. ആ ജനറേഷനും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷേ ഈ കാഴ്ചപ്പാടെല്ലാം പിന്നെ 50 ആകുമ്പോൾ മാറും. നമ്മൾ ഓരോ ഡെക്കേഡിൽ 1 ഡെക്കേഡ് കഴിയുമ്പോൾ 10 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ ടെക്നോളജീസ് വരും, നമ്മളും അത് യൂസ് ചെയ്യാൻ പഠിക്കുന്നു. ജെൻസികളെ പോലെ നമ്മളും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ, വാട്ട് ഈസ് ലൈഫ്, ഹൗ ദ ലൈഫ് ഗോസ്, വൈ ദ സ്ട്രഗിൾസ് കംസ് എന്നുള്ളത് നമ്മൾ ആക്ച്വലി പഠിപ്പിച്ചു കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അവർക്കൊക്കെ കല്യാണമൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിരിക്കുന്ന ഈ 2 കമ്മ്യൂണിറ്റി അല്ലാത്ത മറ്റ് കമ്മ്യൂണിറ്റീസിൽ നല്ലപോലെ എഫക്റ്റഡാണ്. അപ്പം അവിടെ സ്പിരിച്വാലിറ്റിയും കൂടെ പഠിപ്പിച്ചുകൊണ്ട് വാട്ട് ഈസ് ഗോഡ് എന്നുള്ളതും വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതും വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്നുള്ളതും പഠിപ്പിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ടേക്ക് ദിസ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അമ്മയെ എന്താണെന്ന് അറിയണം, അച്ഛൻ മീൻസ് നമ്മളത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിട്ട് നമ്മൾ മക്കളുണ്ടാക്കിയാലേ മക്കളെന്ന് പറയുന്ന ജനറേഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ജെൻസീസ് ഉണ്ടാവണമെങ്കിൽ ഇപ്പോഴത്തെ ജെൻസീസ് പേരൻ്റ് ആവണം അല്ലേ? അപ്പോൾ ആ അറിവ് അവർക്ക് കൊടുക്കണം. പിന്നെ 30-40 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മക്കളുണ്ടാക്കാനായിട്ട് ഒരു ആഗ്രഹം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ ബോഡി സ്ട്രക്ചറെല്ലാം മാറും. ബയോളജിക്കലി നമ്മൾ വീക്കർ സെഷനാവും. അത് നിങ്ങൾക്കറിയാം, ഇൻഫെർട്ടിലിറ്റി കേസസ് വരുന്നതുകൊണ്ട് അവരൊക്കെ എത്ര വിഷമിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികളെ കിട്ടുന്നില്ല. ജെൻസികൾക്ക് കല്യാണം കഴിക്കണ്ട, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത് മാറണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിലെ ദിസ് തിങ് വാട്ട് ഈസ് ലൈഫ് എന്നുള്ളത് കൊണ്ടുവരണം. പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് റെയർ ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്, അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഫ്രീ ആയിട്ട് വിടണം, പിന്നെ അവർ ഡിസിഷൻ എടുത്തോട്ടെ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അവർ അതെ അവർക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സെർട്ടൺലി നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് വളർത്തി വരുമ്പം ആ കുഞ്ഞിനോട് പറയേണ്ടത് നമുക്കൊരുപാട് പൈസ ഉണ്ടാവാം. ഇപ്പം എൻ്റെ ഡോക്ടർ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ
8 വർഷം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത്, 10 വയസ്സിൽ വർഷത്തിലാണ് പ്രസവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ വെച്ചിട്ട് എൻ്റെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറയും എന്നോട്, ഒറ്റ മകനായതുകൊണ്ട് തല്ലിപ്പഠിപ്പിക്കണം എന്നാണ്. ഞാനിപ്പോഴും ഓർക്കും. എൻ്റെ മകനെ എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും നോ, സോറി, നമുക്കിത് മേടിക്കാൻ പറ്റില്ല. എനിക്ക് മേടിക്കാനുള്ള കഴിവുണ്ടാവും, എൻ്റെ ഹസ്ബൻഡിന് കഴിവുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും കഴിവുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം പറയുന്നത് മേടിച്ച് തരില്ല എന്നാണ്. എന്തുകൊണ്ടെന്നാൽ നോ എന്നുള്ള സംഭവം പഠിക്കണം. വിഷമം എന്താണെന്ന് ഇന്നറിയണം. ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അതാ ഞാൻ പറയാം, പേരൻറ്റിങ് എന്താണെന്ന് അറിയണം. പേരൻറ്റിങ് അറിയാത്ത പേരൻസ് എന്താ ചെയ്യുന്നത്, എന്ത് കിട്ടിയാൽ, കാര്യം എല്ലാ വീട്ടിലും ഒരു കുട്ടി ഉണ്ടാവുള്ളൂ, 1 2 എല്ലാവരും സാധനം മേടിക്കുന്നു, കൊടുക്കുന്നു, സാറ്റിസ്ഫൈങ് ദ ചൈൽഡ്. യു കനോട്ട് സാറ്റിസ്ഫൈ എവറി ചൈൽഡ്, യു ഷുഡ് നോട്ട് സാറ്റിസ്ഫൈ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് മേടിച്ചു കൊടുത്താൽ റോൾസ് റോയ്സ് വേണം തന്നെ അതിലാണ് കയറി സഞ്ചരിച്ചാൽ പിന്നെ കുട്ടിക്ക് എന്താ ലൈഫ് അറിയുക, എന്താണ് കുട്ടി നേടാൻ ഇനി നിൽക്കുന്നത്, ഒന്നുമില്ല, കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ഡെത്ത്, സൂയിസൈഡ്, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു സ്റ്റോൺ എടുത്ത് വയ്ക്കുന്ന പോലെ ആ സ്റ്റോൺ അവന് വേണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റോൺ കൊടുക്കരുത്. അതൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഫുഡ് പോലും, എൻ്റെ മോൻ ഫുഡ് ചോദിച്ചാൽ പോലും ഞാൻ പറയും നാളെ തരാം, മറ്റന്നാൾ തരാം. യുനോ ദിസ് ഇസ് ലൈക്ക് നാളെ എന്നുള്ള ദിവസം അവരെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും നാളെ എനിക്ക് കിട്ടുമല്ലോ, സോ ഐ വോണ്ട് ടു ലീവ് ടുമാറോ, റൈറ്റ്. അപ്പം നാളെയും ജീവിക്കും. മറ്റന്നാൾ ഞാൻ ചിലപ്പോൾ പറയാം ആഫ്റ്റർ 5 days ആണ്. അപ്പോൾ 5 days അവൻ കൗണ്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ 5 daysന് വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ ഓരോ സാധനത്തിനും ഓരോ കാര്യത്തിനും ഓരോ ദിവസത്തിനും വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചെന്നാലേ അവർക്ക് വിഷമം എന്താണ്, അപ്പം കരയാം ഇല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കരയത്തില്ല, അവരറിയില്ല വാട്ട് ഈസ് ദ ഇമോഷൻ, ദേ ഡോണ്ട് നോ. ബട്ട് എവറി ഇമോഷൻ ദ ചൈൽഡ് ഷുഡ് നോ. അതിന് നമ്മൾ പേരൻസാണ് അവരെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്തെടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു ബാംഗ്ലൂരത്തെ ഒരു ന്യൂസ് ഭയങ്കര ചർച്ചയായി. നമ്മുടെ ഒരു കോളേജിൽ HIV റാപ്പിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ 7000 കുട്ടികൾക്ക് HIV ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ഇത്രയും വലിയ എഡ്യൂക്കേഷനും ഇത്രയും ഇൻ്റർനെറ്റും എല്ലാം ഉണ്ടായിട്ടും കുട്ടികൾ എന്താണ് ഇങ്ങനെ ഒരു അവെയർ അല്ലാത്ത രീതിയിൽ പോകുന്നതെന്ന് തോന്നുന്നു. ശരിക്കും അത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണോ എന്നാണ് ഒരു നിഗമനത്തിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ഒരു മയക്കുമരുന്നിന് പോകുന്നത്. യുനോ യു ഗെറ്റ് സം പ്ലഷർ. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പം ഈ ഉപയോഗിച്ചവർ പറയുന്ന സംഭവം കേട്ടിട്ടുള്ളതാണ് നമ്മൾ, പ്ലഷർ എന്നുള്ളതാണ്. പ്ലഷറിൽ അവർക്ക് എന്തോ ദേ ആർ ഗോയിങ് ടു സം വേൾഡ് ഓർ സംതിങ് എന്നാണ് പറയുന്നത്. ഈ സെയിം പ്ലഷർ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പോയാലും കിട്ടും കേട്ടോ. 2 തലമാണ് അതാ പറയുന്നത്. നമുക്ക് നല്ലത് ചൂസ് ചെയ്യണോ ചീത്ത ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മുടെ പേരൻസാണ് നമ്മൾ മെയിൻലി. ഇപ്പം ബാംഗ്ലൂർ പോകുന്നു, ബാംഗ്ലൂർ മാത്രമല്ല, നിങ്ങൾ പറയുമ്പം എനിക്ക് കേരളത്തിൻ്റെ അറിയാം. ഇതുപോലെ മറ്റൊരു എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ HIV പോസിറ്റീവാണ്. അപ്പോൾ അവർക്ക് വന്നത് ആക്ച്വലി സ്റ്റുഡൻ്റ് അല്ല, അവർ ശരിക്കും കൗൺസിലറാണ്. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ഹസ്ബൻഡിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അത് ലക്കിലി അവരുടെ മക്കൾക്കൊന്നുമില്ല. പക്ഷെ ഇവരതുകൊണ്ട് തന്നെ ഇത് ആർക്കും വരാതിരിക്കാൻ വേണ്ടി കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർ പറയുന്നതിന് ഏകദേശം ഒരു 3000 ടീനേജേഴ്സിന് സ്കൂൾ കോളേജ് തലത്തിൽ കേരളത്തിൽ അവർ തന്നെ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ നമുക്ക് പോകണ്ടല്ലോ, കേരളത്തിൽ 3000 പേർക്ക് അറിയുന്നവർ, അത് മേ ബി ദേ വെർ സിക്ക്, അതുകൊണ്ടാണ് അവർ അറിഞ്ഞത്. അല്ലാതെ ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കേരളത്തിലെ മിക്കവർക്കും കാണുമായിരിക്കും. വൈ? ബിക്കോസ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻ്റർനെറ്റ് ഒരു പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ സൈറ്റ്സ്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്യണം. കാര്യം ഞാനിപ്പോൾ UAE ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൈറ്റും തുറക്കാൻ പറ്റില്ല ഇവിടെ. എന്തുകൊണ്ട്? ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യാത്ത ഇവിടെ യൂസ് ചെയ്യാത്ത കാണാത്ത ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അവിടെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇൻ്റർനെറ്റ് അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നില്ല? ഇങ്ങനെ ഞങ്ങൾക്ക് വി കാൻസ് ഓപ്പൺ എനി സൈറ്റ്സ്. അവർ പറയുന്ന സൈറ്റ് മാത്രമേ യൂസ് ചെയ്യാം, അവർ പറയുന്ന മീഡിയത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഈവൻ ദർ ഇസ് നോ വാട്സപ്പ് കോൾ ഓൾസോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ നിയമം പാലിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ പാലിക്കുന്നുണ്ടല്ലോ. അവർ പറയുന്ന സ്ഥാനത്തോടെ നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹാസ് ടു ബി സ്ട്രോങ്. കാര്യം അവർ കണ്ടുപിടിച്ച് എന്താണെന്ന് ഈവൻ യുനോ നാഷണാലിറ്റീസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് അവിടെ വരുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് അവിടെ വന്ന് ചേർന്ന് വിസ കൊടുക്കുന്നുണ്ട്. ഈ നാഷണാലിറ്റീസിൻ്റെ വന്നെത്തുന്ന നാഷണാലിറ്റീസിൻ്റെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഒട്ടനെ വിസ കട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഫിലിപ്പിനോസ് എന്താ ചെയ്യുന്നതിന് വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്വന്തം നാട്ടിൽ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്നതിന് പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടായാലും പുരുഷന്മാർ നോക്കത്തില്ല സ്ത്രീകളെ. അപ്പോൾ ഈ സ്ത്രീകളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയാം, അവർക്ക് പ്രോപ്പറായിട്ടൊരു പ്ലേസ് വേണം. അതിനവർ അറബികളെ പ്രേമിക്കുക, കല്യാണം കഴിക്കുക.
അപ്പോൾ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ എന്തായി അറബികളുടെ ഉടനെ തന്നെ ഫിലിപ്പിനോസിൻ്റെ വിസ ക്യാൻസൽ ചെയ്തു. ബിക്കോസ് അവർക്ക് അവരുടെ നാടിനെ രക്ഷിക്കണം. അപ്പോൾ അവരിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല? ഒരു ഇൻ്റർനെറ്റിൻ്റെ ബ്ലോക്ക് ചെയ്താൽ എന്താ പ്രശ്നം? നമുക്ക് വൈഫൈ നമുക്ക് കണക്ഷൻ വരും, പക്ഷേ സൈറ്റ്സ് യു ക്യാൻ കൺട്രോൾ. ദ ഗവൺമെൻറ് ക്യാൻ കൺട്രോൾ ദ സൈറ്റ്സ്. നമ്മൾ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഒന്നും അല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും പേര് HIV ആണ്. നിങ്ങളൊക്കെ എങ്ങനെ കല്യാണം കഴിക്കുക? അതുകൊണ്ടാണ് എല്ലാവരും കല്യാണം കഴിക്കാത്ത. ആര് കല്യാണം കഴിക്കും? ഫസ്റ്റ് യു ഹാവ് ടു ഗോ ഫോർ എ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ റൊമാൻസ് ഒന്നും അല്ലാന്ന് തോന്നുന്നു നാട്ടിൽ. ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റൊമാൻസ് ആവാമെന്നുള്ള. അപ്പം നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന ഫ്രീ സർവീസസ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ ഒന്നുമില്ലാതായി മാറുക. അപ്പം ഈ ഞാൻ പറഞ്ഞ ഈ കേസുണ്ടല്ലോ, ഒരു കൗൺസിലറുടെ കാര്യം പറഞ്ഞു, HIV കൗൺസിൽ ചെയ്യുന്നവർ. അവർ ആ കുട്ടികളോട്, ഈ 18-19 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്, ബിക്കോസ് ദേ ആർ ഡൂയിങ് യുനോ സെക്സിലേക്ക് പോകുന്നതുകൊണ്ടാണ് അവർക്ക് HIV വരുന്നത്, അല്ലാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൊന്നും അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ചെയ്യുന്നത്? അപ്പം യുനോ ആഫ്റ്റർ സെക്സ് വാട്ട് ഹാപ്പൻസ്? യൂഷ്വലി നമ്മൾ ഒരു ന്യൂ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പ്രഗ്നൻസിയിലേക്ക് പോകുന്നത് അല്ലേ? പക്ഷേ പ്രഗ്നൻസി കൺട്രോൾ മെഡിസിൻസ് ആണ്, അതുകൊണ്ട് സുലഭമായി കിട്ടുന്നു സംഭവം. അപ്പോൾ അതുകൊണ്ട് ദെയർ ഈസ് നോ ഫിയർ. ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളെന്താ ചിന്തിക്കുക? അയ്യോ, നമ്മളിങ്ങനെയൊക്കെ പോയാൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സോഷ്യലി വി ഹാവ് ബീൻ ത്രോൺ അവേ, അല്ല ത്രോൺ ഔട്ട്. ഈ സൊസൈറ്റിയിൽ നമ്മൾ മോശമായി എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ പേരൻസ് പറയുന്ന ആൾക്കാരെ കല്യാണം കഴിച്ച് നമ്മൾ പോകുന്നു. ഇല്ലെങ്കിൽ ചില വീടുകളിൽ റൊമാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ റെഡിയാണ്, കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട്. ബട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അവൈലബിലിറ്റി, അതാ പറഞ്ഞത്, ഫ്രീ തിങ്സ് ആർ, ഒരു 10 പൈസയോ 10 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് എവറിത്തിങ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മളുടെ ജെൻസി പിള്ളേർക്ക് ഈ എല്ലാം ഫ്രീ കിട്ടുന്നുണ്ട് അല്ലേ? എവറിത്തിങ് ദേ ആർ ഗെറ്റിംഗ്. സി ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ട് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടുന്നുണ്ട്. പിന്നെ മുളച്ചു വരുന്നത്. അപ്പം അതിനെല്ലാം ലൈസൻസ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. അത് ഗവൺമെൻറ് ജോലിയാണ്. പാരൻ്റൽ ഗൈഡൻസ് അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് ഓൾസോ ഷുഡ് ഡു ദെയർ ജോബ്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രീ ബൈസ് ആവരുത്. യുനോ ദേ ഷുഡ് നോ ഈച്ച് പീപ്പിൾ, ഓരോ മനുഷ്യരും അവരെ വില അറിയണം, ഇല്ല ഒരു സാധനത്തിൻ്റെയും സമയത്തിൻ്റെയും വില അറിയണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് എന്നാൽ ഞാൻ പറയത്തുള്ളൂ. എന്നെ അടിച്ചു കൊല്ലുമോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. നമുക്ക് ആ സൈറ്റിൽ പോകണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ സൈറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകും. പഠിക്കാനുള്ളവരാണെങ്കിൽ പഠിക്കും, പഠിക്കുന്ന സൈറ്റ് മാത്രമേ അവർക്കുള്ളൂ. പിന്നെ എന്താ, ലാപ്ടോപ്സ്, മൊബൈൽസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. ഇല്ല, പണ്ടൊക്കെ നമുക്കൊരു മൊബൈൽ കിട്ടാൻ നമ്മളിങ്ങനെ 3-4 കൊല്ലം കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക, ഒരു കുറച്ച് പൈസയൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്. അങ്ങനെയല്ല, പൈസ വെറുതെ എന്തെങ്കിലും ചെയ്താലും പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒന്നുകിൽ ടാക്സ് കൊണ്ടുവരിക. നിങ്ങൾ എന്ത് പണിയെടുത്താലും അതിന് ടാക്സേഷൻ വന്നു കഴിഞ്ഞാൽ, ആൻഡ് പ്രോപ്പർലി ത്രൂ ദ ബാങ്ക്. ട്രാൻസ്ഫേഴ്സ് ആർ ഓൺലി ഡൺ ത്രൂ ബാങ്ക് ആണെങ്കിൽ ഡയറക്റ്റ്ലി ദേ ക്യാൻ കട്ട് ദ ടാക്സ്. ഇപ്പോൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇയർലിയാണ് നമ്മൾ അടയ്ക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, UK സിസ്റ്റം പോലെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അപ്പം തന്നെ പൈസ ഇല്ലാതെ തന്നെ അവിടുത്തെ ഒരു രീതി എങ്ങനെയെന്ന് അറിയോ? ഇപ്പം അവർക്ക് കള്ളുപിടിക്കണം, ഇന്ന് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അവർ പോകത്തില്ല, കള്ളുപിടിക്കത്തില്ല. അടുത്ത ദിവസം അപ്പോൾ അവർ മെനക്കെട്ട് പണിക്ക് പോകും. അപ്പം അവൻ $10 പൗണ്ടിന് പണിയെടുത്ത് കഴിഞ്ഞാൽ അതിലെ ടാക്സ് കഴിഞ്ഞിട്ടേ അവന് കിട്ടത്തുള്ളൂ. ആ കഴിഞ്ഞ് കിട്ടുന്ന സാധനം വെച്ച് നേരെ പോയി കുടിക്കാൻ പോകും. അടുത്ത ദിവസം പണിയില്ലെങ്കിൽ കുടിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. വേറെ ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട്, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, ഇല്ലേ നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്താലും പൈസ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നേരെ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. ബട്ട് ദാറ്റ് ത്രൂ എന്താ പറയുക, അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ ഈവൻ അതിലൊരു കട്ടെങ്കിലും വരും. ഇത്രയും ആണ്. പിന്നെ ദെൻ പലർക്കും ഫാമിലി ഒരു പ്രശ്നമാണ്. പേരൻസ് ആണെങ്കിലും ഒരു ഗൈഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു പ്രോപ്പർ തീംസ്, ഒരു എത്തിക്സും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും ചീത്താവില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. കൂടുന്നു ഡൈവേഴ്സ്. ആർട്ടിസ്റ്റുകളുടെ എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഡൈവേഴ്സ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട്. എനിക്ക് പേരൻ്റൽ കൗൺസിൽ ചൈൽഡ് ഓറിയൻറ്റഡ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളത്. കാര്യം അതിൽ തന്നെ കുറേ പേരുടെയൊക്കെ മക്കൾ ഇത് ഈ പറഞ്ഞ പോലെ പേരൻസ് എല്ലാം സിംഗിൾ പേരൻസും ഉണ്ട്. അപ്പം ഞാനവരോട് പറയും, ചിലർ പറയുന്നത് സിംഗിൾ പേരൻസ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫൈറ്റ് ചെയ്യാതിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്നായിരിക്കാം, റീസൺസ് ഉണ്ടാവാം ഡിവോഴ്സിന്. അപ്പോൾ ആ ഡിവോഴ്സ് നടന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ഒരു ഫൈറ്റ് ഉണ്ടാവേണ്ട കാര്യമില്ല. മക്കൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. അതായത് ഇപ്പം ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും വന്ന് കണ്ടോട്ടെ പൊക്കോട്ടെ, എന്താ അത് ഫൈറ്റ് ചെയ്തേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല, സോ യു ക്യാൻ സെപ്പറേറ്റ്, നോ പ്രോബ്ലം. ബട്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സ് മക്കൾക്ക് കൊടുക്കരുത്. അത് സ്ട്രെസ് അവർക്ക് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് നോക്കരുത്, അച്ഛൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കരുത്, അമ്മയാണെങ്കിൽ മിണ്ടരുത്, അത് ചെയ്യരുത്. അവരെല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്, ദേ ഓൾ ഹാവ് ദെയർ റൈറ്റ്. രണ്ട് പേരുടെയും കൂടെ ചേർന്നിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോത്ത് ഹാവ് ദ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, മനസ്സ് സ്ട്രെസ്ഫുള്ളാക്കാതെ ഓക്കെ ഞങ്ങൾ മ്യൂച്വലി ഡിവോഴ്സിങ്, പക്ഷേ നമ്മൾ ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പം ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മോസ്റ്റ് ഓഫ് ദം അവർ ഗുഡ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. പിന്നെയും കാര്യം അവർ പിന്നെയും കാണേണ്ടവരാണ് പല ഘട്ടത്തിലും, അതുകൊണ്ട് അവരെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊരു സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ പുതിയ പുതിയ ലൈഫ് പാർട്ട്നേഴ്സിനെ എടുക്കുന്നത്, അതിൻ്റെ എൻജോയ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മുടെ സിനിമയിൽ ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉള്ള ഒരു ഫാമിലിയാണ്. ആ ഫാമിലി അവരുടെ മക്കൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഒരു ആ പേരൻസ് ആ മകളെ എങ്ങനെ നല്ലതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊന്ന്. പിന്നെ ജെൻസികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് കാര്യം തന്നെ. റൊമാൻസ് ഉണ്ട്, റൊമാൻസിൻ്റെ തീവ്രതയിൽ വരെ എത്തി നിൽക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഫിലിമിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കല്യാണം കഴിക്കണം എന്ന അതിൻ്റെ കോൺസിക്വൻസസും പറയുന്നുണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും കുറച്ച് സംഭവങ്ങളും പേഷ്യൻസ് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എല്ലാവരും ഓഗസ്റ്റ് 14 നമ്മുടെ സിനിമ കാണണം.